മിൽക്ക് ഷേക്സിൻ്റെ ഒന്നും വലിയ ഫാനല്ലായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ ഞാൻ കുറച്ച് കാലം മുന്നേ ഒരു കൂൾ ബാറിന് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ ഏത് കഫേയിലും കൂൾ ബാറിലും പോകുമ്പോൾ ഫസ്റ്റ് എൻ്റെ മെനുവിൽ തരിക ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ആ ഐറ്റത്തിൻ്റെ പേരാണ് ലോട്ടസ് ബിസ്കോഫ് മിൽക്ക് ഷേക്ക്. ഇവിടെ ഞാനതിൻ്റെ ചോക്കോ വേർഷനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി കാണാം. ആദ്യം തന്നെ ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് എടുക്കുക. ഇത് ബിസ്കോഫ് ക്രീം, അതായത് ക്രീം ബിസ്ക്കറ്റാണ്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആവശ്യമില്ല. തന്നെ അത്യാവശ്യം സ്വീറ്റാണ്. ഈ ബിസ്കോഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ മിൽക്ക് ഷേക്സിലൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് അതിനെ വേർഷൻ മാറ്റി പിടിക്കുമ്പോഴാണ് തോന്നും, ലൈക്ക് ചീസ് കേക്കൊക്കെ. അപ്പോൾ ഇതിലിതാ ഞാനൊരു 3-4 എടുത്തിട്ടുണ്ട്. ഇപ്പം സാധാ ഒറിജിനൽ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒരു 5 to 6 ഒക്കെ എടുത്തേക്കാം കേട്ടോ. ഇനി ആഡ് ചെയ്യുന്നത് ചോക്ലേറ്റാണ്. നിങ്ങൾക്ക് കയ്യിൽ ചോക്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് ചോക്ലേറ്റ് തന്നെ ആഡ് ചെയ്താൽ ഇതിൻ്റെ കഫേ സ്റ്റൈലിലുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഒരു കപ്പ് ചിൽഡ് മിൽക്കും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു ഫ്രോത്തി ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് അതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ് എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇവിടെ ചോക്കോ ക്രീം അല്ലെങ്കിൽ ഈ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ അത് സംഭവം. എന്നിട്ട് പിന്നെ ഈ ബ്ലെൻഡ് ചെയ്ത മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് വാനില ഐസ്ക്രീമാണ്. ഐസ്ക്രീം ആഡ് ചെയ്യാതെ ഇങ്ങനെ തന്നെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ ഡ്രിങ്കിൻ്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് ആക്കാനും കൂടെ വേണ്ടിയിട്ടാട്ടോ ഈ ഐസ്ക്രീം ആഡ് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ സ്കൂപ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടിച്ച ബിസ്കോഫും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ആ ഡ്രിങ്ക് കംപ്ലീറ്റ് ലുക്ക് കിട്ടിയില്ല എന്ന് തോന്നി. അപ്പോൾ വീണ്ടും ബിസ്കോഫ് പൊടിച്ചതും പിന്നെ കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ അവിടെ കുറച്ച് പണി പാളി. കാരണം ആ ബിസ്കോഫ് പൊടിച്ചതും പിന്നെ മെൽറ്റഡ് ചോക്ലേറ്റും കൂടെ കണ്ടോ ഒരുമിച്ച് ഇങ്ങനെ കട്ടയായിട്ട് ഇറങ്ങി വരുമായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ. എന്തായാലും ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ലോട്ടസ് ചോക്കോ മിൽക്ക് ഷേക്ക് നല്ല ടെംപ്റ്റിങ്, റിഫ്രഷിംഗ് ആണ്. നല്ല ചില്ല് ചെയ്ത് കുടിക്കുമ്പോഴാട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ലോട്ടസിന് പകരം ഓറിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓറിയോ മിൽക്ക് ഷേക്കായി, ന്യൂട്ടല്ല ആഡ് ചെയ്താൽ ന്യൂട്ടല്ല മിൽക്ക് ഷേക്കായി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.